ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എടുത്തിട്ടുള്ള നിലപാടുകൾ ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് തയ്യൽ മേഖലയെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലം കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തയ്യൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉന്നയിച്ച് അതിന് പരിഹാരം കാണുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കേണ്ടത് ഗൗരവമായി ഗവൺമെന്റ് ആലോചിക്കണം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പ്രതിപക്ഷം ലേബർ കമ്മീഷനെ നിയമിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പഴയ കാലത്ത് തയ്യൽ കടകൾ രാഷ്ട്രീയവും സാംസ്കാരികവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഓൺലൈൻ വ്യാപാരം വന്നതോടുകൂടിയാണ് മിക്ക മേഖലകളിലും കടകൾ പൂട്ടേണ്ട അവസ്ഥ വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രൂപീകരിച്ച് വളരെ ഗൗരവത്തോടുകൂടി നഷ്ടപ്പെടുന്ന തൊഴിലിലേക്ക് വെച്ചും അതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് റീസ്കിൽ ചെയ്ത് ചിലപ്പോൾ നമുക്ക് സ്കില്ല് കൊടുത്ത് അല്ലെങ്കിൽ റീസ്കില്ല് കൊടുത്ത് അവരെ വീണ്ടും ആ മേഖലയിൽ പുനരധിവസിപ്പിക്കുക, റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അതിനുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ട ഒരു സ്ഥിതിയാണ്. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം തീർച്ചയായും നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിക്കും. അതിന് പരിഹാരമുണ്ടാക്കി തരുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ പരിശ്രമം നടത്തും എന്ന് വാക്ക് നൽകുന്നു. ഉറപ്പായി അത് നിങ്ങളോടൊപ്പം ഇത് പ്രശ്നം പരിഹരിക്കുന്നതുവരെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം വിനയപരിസരം സൂചിപ്പിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ സോമൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.സി. ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡി.സി.സി പ്രസിഡന്റ് പി. രാജേന്ദ്ര പ്രസാദ്, എം.കെ. പ്രകാശൻ, സംസ്ഥാന ട്രഷറർ ജി. കാർത്തികേയൻ, സ്വാഗത സംഘം സെക്രട്ടറി സജീവൻ, സതികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കെ.ടിയുടെ ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.